ഹായ് ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനോട് അഞ്ജലി ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന നേരത്ത്, അതെ, ഞാൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചു, എനിക്കപ്പോൾ ഇവളെ വിവാഹം കഴിക്കാനാണ് തോന്നിയത്, അത് ഞാൻ ചെയ്തു, അതിനെക്കുറിച്ച് ആരോടും എനിക്ക് ബോധ്യപ്പെടുത്തണമെന്നില്ല എന്നങ്ങ് പറഞ്ഞ് കഴുത്തിലെ മാലയൊക്കെ ഊരി കൈ പിടിച്ചിട്ട് റൂമിലേക്ക് ഒറ്റ പോക്കാണേ. പിന്നാലെ നമ്മുടെ അഞ്ജലിയും ചെല്ലുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ അശ്വിൻ വാതിലടയ്ക്കുന്നുണ്ട്. കുഞ്ഞാ, വാതിൽ തുറക്ക് എന്നിങ്ങനെ അഞ്ജലി പറയുമ്പോൾ വാതിലൊന്നും തുറക്കാതെ നമ്മുടെ അശ്വിൻ അവിടെ തന്നെ നിൽക്കട്ടോ. സോറി ചേച്ചി, എനിക്കിതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല, ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വേറെ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെയ്തു പോയതാണ്, സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആകാശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചി, എന്താ ആകാശേ, അവൻ എന്താ ഇങ്ങനെ? അത് ചേച്ചി, ചേട്ടനെ ഇപ്പോൾ വിളിക്കണ്ട. എന്താ നീ അവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാണോ? അതല്ല ചേച്ചി, ഇനി ഈ കുടുംബത്തിന്റെ അന്തസ്സൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളാണ് ആകാശേ എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, അതെനിക്കറിയാം ചേച്ചി. ചേച്ചിയും മുത്തശ്ശിയും ഒക്കെ ചോദിച്ച ചോദ്യത്തിന് ചേട്ടൻ്റെ അടുത്ത് എന്തായാലും ഒരു ഉത്തരം കാണുമല്ലോ, അതിപ്പോൾ ഈ സിറ്റുവേഷനിൽ ചോദിക്കണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, നമുക്ക് പിന്നീട് ചോദിക്കാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയെ കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അശ്വിൻ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ശ്രുതി അവിടെ ഒറ്റയ്ക്കാണല്ലോ. ആ സമയത്ത് മുത്തശ്ശിയും അമ്മായിയും പ്രമീളയും എല്ലാവരും കൂടി നല്ല ഫയറിങ് ആട്ടോ ശ്രുതിക്കെതിരെ. നിന്നെ ഈ കുടുംബത്തിലെ അംഗത്തെ പോലെ ഞങ്ങൾ കരുതിയിരുന്നത്, നിന്നെ പോലെ ഒരു കുട്ടി ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അവൻ നിർബന്ധിച്ചിട്ടാണെങ്കിലും നീ കഴുത്ത് നീട്ടി കൊടുക്കുമ്പോൾ ആ താലിയുടെ മഹത്വം നിനക്കറിയായിരുന്നല്ലോ. അല്പമെങ്കിലും ഈ കുടുംബത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്തിനിത് ചെയ്തു എന്നെങ്കിലും ഞങ്ങളോട് പറയണം ശ്രുതി എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ അതിന് പിന്നാലെ ഒട്ടും മോശമില്ലാത്ത രീതിയിൽ പ്രമീളയും അമ്മായിയും ഒക്കെ വഴക്ക് കൊടുക്കാൻ കേട്ടോ ശ്രുതിക്ക്. ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ നടന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ ശ്രുതി ആലോചിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അശ്വിൻ താലി കെട്ടാൻ വേണ്ടിയിട്ട് ശ്രുതിയെ കൊണ്ടുപോകുന്നത് അമ്പലത്തിലേക്കാണ്. അമ്പലം കാണുമ്പോൾ തന്നെ ശ്രുതി അവിടെ നിന്നു പോകട്ടോ. കമോൺ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് കേട്ടോ അശ്വിൻ കൊണ്ടുപോകുന്നത്. ശ്രുതി ആണെങ്കിൽ നമ്മുടെ അശ്വിൻ്റെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അശ്വിൻ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചരടിൽ കോർത്ത താലി എടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ശ്രുതി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ അത് കെട്ടാണ് കേട്ടോ. കെട്ടുന്ന സമയത്ത് ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ, എന്നോട് ഈ ചതി ചെയ്യണമായിരുന്നു ചേട്ടാ എന്നുള്ള ഭാവത്തിലാട്ടോ നോക്കുന്നത്. അതിന് ശേഷം അശ്വിൻ പോയി കുങ്കുമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ ആ നെറ്റിച്ചുട്ടിയൊക്കെ കണ്ട് മാറ്റിയിട്ട് കുങ്കുമം തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിൻ പോയി 2 തുളസിമാലയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പരസ്പരം അണിയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വിൻ ഒരു ചിരിയാട്ടോ. ഇപ്പൊ കഴുത്തിൽ താലിയായി, നെറ്റിയിൽ കുങ്കുമായി, ഈ നിമിഷം മുതൽ നീ എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോകുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടോ അശ്വിനെ. പിന്നെ വേറൊരു രസമുള്ളത് എന്താണെന്നറിയോ, ഇവരുടെ ഈ കല്യാണം കാണാനോ ഒരു പൂജാരിയോ ഒരു കുട്ടികൾ പോലും ആ അമ്പലത്തിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണേ. എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട്, ഈ ഭാര്യ പദവി മറ്റുള്ളവരുടെ മുൻപിൽ മാത്രം കാണിച്ചാൽ മതി, നീ എൻ്റെ ഭാര്യയാണെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചേ പറ്റൂ, അതും വെറും 6 മാസത്തേക്ക്. നമ്മുടെ ഈ കോൺട്രാക്റ്റിന്റെ കാലാവധി വെറും 6 മാസത്തേക്കാ, അത് കഴിഞ്ഞ് നീ ഫ്രീ ആവും. പക്ഷെ അതുവരെ ലോകത്തിന് മുൻപിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. അതുവരെ നീ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട് കഴിയണം എന്ന് പറയാട്ടോ. ഈ കുങ്കുമത്തിന്റെയും താലിയുടെയും അവകാശം പ്രയോഗിച്ച് മിടുക്കിയാവാനൊന്നും നീ നോക്കിക്കളയരുത് എന്ന് പറയുമ്പോൾ ശ്രുതി അശ്വിനങ്ങനെ നോക്കുന്നുണ്ടേ. ഇതൊക്കെ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന നേരത്ത് പ്രമീള വന്നിട്ട്, ഇത്രയൊക്കെ ആളുകൾ മാറി മാറി ചോദിച്ചിട്ടും ഒരു കൂസലില്ലാതെ നീ നിന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മനോരമ എന്തൊക്കെയോ പ്രീതിയെക്കുറിച്ചും ശ്രുതിയെക്കുറിച്ചും ഒക്കെ മോശമായിട്ട് പറയുന്നത് കേൾക്കാൻ വയ്യാതെ പ്രമീള വല്ലാണ്ട് കരഞ്ഞു പോവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഇനി എനിക്ക് ചോദിക്കാൻ വയ്യ, നിങ്ങളെയെങ്കിലും എല്ലാ കാര്യവും ഇവൾ ബോധ്യപ്പെടുത്തട്ടെ, ഞങ്ങൾ ചത്താൽ കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് ശ്രുതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അത് കണ്ട് തകർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.